ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. പ്രഭാത സംഘത്തില് നമ്മൾ സാധാരണ സങ്കീർണമായ വിഷയങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. DP കൊളക്ടൽ ഫെലോഷിപ്പിന്റെ ഭാഗമായതുകൊണ്ട് ജീവിതഗന്ധിയായ വിഷയങ്ങൾ തന്നെയാണ് സംസാരിച്ചു വരുന്നത്. പക്ഷെ സങ്കീർണമായിരിക്കും. സങ്കീർണമാകണമെന്ന് കരുതിയിട്ടല്ല, ജീവിതത്തിന്റെ പല വിഷയങ്ങളും അങ്ങനെയുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവയെ കേട്ട് സുഖിച്ച് പോവുകയല്ല നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വിഷയങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ഈ ഒരു എന്താ പറയാ ആ കോംപ്ലക്സിറ്റി വരുന്നത്. ആണെന്നുള്ളതല്ല, ബഹുക്രമതയാണ് അവിടെ വരുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയം ഇന്നലെ സംസാരിച്ച് കഴിഞ്ഞതാണ് ഗയ്യ കോൺഷ്യസ്നെസ് എന്നുള്ളത്. അപ്പൊ ഇന്ന് ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ജീവിതത്തിൽ എല്ലായിടത്തും പ്രയോഗിക്കേണ്ടത് മറ്റൊരു വിഷയം നമ്മൾ സംസാരിക്കുകയാണ്. നമ്മൾ ഒരുപാട് തവണ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. എങ്കിലും സ്പെസിഫിക് ആയിട്ട് അത് മാത്രമായിട്ട് ഈ അടുത്ത കാലത്ത് സംസാരിക്കാത്തത് കൊണ്ട് വീണ്ടും സംസാരിച്ചു തുടങ്ങുകയാണ്. അത് വ്യവസ്ഥാ നിയമമാണ്. വ്യവസ്ഥാ നിയമം, സിസ്റ്റംസ് ലോ. സിസ്റ്റംസ് ലോയുടെ ചില ഉൾപ്പിരിവുകളെ കുറിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം അന്വേഷിച്ച് യാത്ര ചെയ്യുന്നത്. അപ്പോ സിസ്റ്റംസ് ലോയെ കുറിച്ച് നമുക്ക് പ്രാഥമികമായിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. Systems law unlocks resilience, adaptability and sustainability in every aspect of life. വ്യവസ്ഥാ നിയമം. വ്യവസ്ഥാ നിയമം എന്നത് വ്യവസ്ഥകളുടെ പെരുമാറ്റം, ഘടന, പ്രവർത്തനം, പുരോഗതി എന്നിവയെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന സിദ്ധാന്തങ്ങളാണ്. വ്യവസ്ഥയിലുള്ള വിവിധ ഘടകങ്ങൾ എങ്ങനെ തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുന്നു, വ്യവസ്ഥകൾ എങ്ങനെയെല്ലാം സ്ഥിരത, അനുകൂലനക്ഷമത, വളർച്ച എന്നിവ കൈവരിക്കുന്നു എന്നത് മനസ്സിലാക്കുവാൻ ഈ നിയമങ്ങൾ സഹായിക്കുന്നു. പരിസ്ഥിതി ശാസ്ത്രം, കുടുംബ വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥ, ജീവശാസ്ത്രം, സാങ്കേതികവിദ്യ, സമൂഹ ശാസ്ത്രം, ഭരണവ്യവസ്ഥ തുടങ്ങി എല്ലാ മേഖലകളിലും വ്യവസ്ഥാ നിയമം ബാധകമായി കാണാം. ഇവിടെയെല്ലാം വ്യവസ്ഥകളുടെയും ഘടകങ്ങളുടെയും പെരുമാറ്റങ്ങളെ പ്രവചിക്കാനും ദുർബലതകളെ തിരിച്ചറിഞ്ഞ് പുനഃസ്ഥാപിക്കാനും വ്യവസ്ഥാ നിയമം സഹായിക്കുന്നു. മാറ്റങ്ങൾ സ്വീകരിക്കാനും പരിണമിക്കാനും സഹായിക്കുക വഴി സുസ്ഥിരതയെ പിന്തുണയ്ക്കുന്നു. കൂടാതെ രേഖീയ ചിന്തയിൽ നിന്നും സമഗ്ര ചിന്തയിലേക്ക് നമ്മെ നയിച്ച് പ്രശ്നപരിഹാര ശേഷി മെച്ചപ്പെടുത്തുന്നു. വ്യവസ്ഥാ നിയമം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബാധകമാണ് എന്നതിനാൽ ജീവിതഘട്ടങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കാനും ഭാവി പ്രശ്നങ്ങൾ മുൻകണ്ട് ശുഭീകരിക്കാനും ജീവിതത്തിലുടനീളം സഹായകമാകും. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റംസ് ലോയെ കുറിച്ച് സംസാരിക്കാമെന്ന് വെച്ചത്. നമുക്ക് നമ്മുടെ ഈ ഫോർകാസ്റ്റ് ചെയ്യാനുള്ള, മുൻകൂർ കണ്ടറിയാനുള്ള ശേഷി കൂട്ടാൻ സാധ്യമായ നിയമമാണ് സിസ്റ്റംസ് ലോ. ഒരു വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പ്രാഥമികമായി അറിഞ്ഞാൽ നമുക്കതിന്റെ കുഴപ്പങ്ങളെ കണ്ടറിയാൻ പറ്റും, വരാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഒരു കാർ മെക്കാനിക് കാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, കാർ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുമെന്നുള്ള നിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വെച്ചാൽ അയാൾക്ക് കാറിന്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാവും ഇന്ന പ്രശ്നം വരാൻ പോകുന്നുണ്ടെന്ന്. പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് മനസ്സിലാവുക, അല്ലെ? ഇത് പ്രശ്നപരിഹാരത്തിന് ആ വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഒരു വ്യവസ്ഥയെ രൂപീകരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ജീവിത വ്യവസ്ഥയെ അത് നമുക്ക് നൽകിയിട്ടുള്ള അബദ്ധങ്ങളെ, അപകടങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ എല്ലാം ഭത്സിച്ചുകൊണ്ടാണ് നമ്മൾ നേരിടുക. അത് എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയാറില്ല. അപ്പൊ ഇവിടെ എല്ലാം വ്യവസ്ഥാ നിയമം പ്രസക്തമാവുന്നുണ്ട്. അപ്പോൾ വ്യവസ്ഥാ നിയമം എന്ന് പറയുന്നത് ജീവിതത്തിലുള്ള വ്യവസ്ഥകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്
ആണ് പറയുന്നത്. ഈ വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കാണുന്നതെല്ലാം ഓരോ വസ്തുക്കളാണ്. കാണുന്ന ഭൗതിക രൂപമുള്ളതൊരു വസ്തുവാണ്. അത് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അത് പ്രവർത്തനമാണ്. ഈ പ്രവർത്തിക്കുന്നതിന്റെ അപ്പുറത്ത് അതിന്റെ ഒരു പശ്ചാത്തലം കാണുന്നുണ്ടെങ്കിൽ അത് പശ്ചാത്തലമാണ്. അപ്പൊ നമ്മളിങ്ങനെ വേർതിരിച്ച് വെക്കുന്നുണ്ടല്ല. വസ്തുവാണ്, പ്രവർത്തനമാണ്, സംഭവമാണ്, പശ്ചാത്തലമാണ് എന്നുള്ളത്. പിന്നെ കാണാൻ കഴിയാത്ത വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കാലമാണ്, അല്ലെങ്കിൽ അതിന്റെ സുന്ദരമാണ്, അല്ലെങ്കിൽ അത് ലീനമാണെന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ പേരിട്ട് വിളിക്കാവുന്ന എല്ലാം വ്യവസ്ഥകളാണ്. പേരിട്ട് വിളിക്കാവുന്ന എല്ലാം തന്നെ വ്യവസ്ഥകളാണ്. എന്നുവെച്ചാല് അത് മാത്രമായി നിൽക്കുന്നില്ല. അതിനെ പിഴിച്ചു നോക്കിയാൽ, അതിനെ പൊളിച്ചു നോക്കിയാൽ അതിനകത്ത് കുറെ ഘടകങ്ങളാണ്. അപ്പൊ ഒരു സംഭവം, ആ സംഭവത്തെ പൊളിച്ചു നോക്കിയാൽ സംഭവത്തിൽ പങ്കെടുത്ത കുറെ വ്യക്തികൾ കാണാം, സംഭവത്തിൽ പങ്കെടുത്ത കുറെ സാഹചര്യങ്ങൾ കാണാം. അപ്പൊ അതൊരു വ്യവസ്ഥയാണ്. ഈ സംഭവം എന്നുള്ളത് നിൽക്കുന്നത് ഒരു വലിയ ഇടത്തായിരിക്കും. സംഭവത്തിനകത്ത് കുറെ കാര്യങ്ങൾ ഉണ്ടാവും, സംഭവം കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഈ സംഭവം ഒരു വ്യവസ്ഥയാണ്. ഒരു വ്യക്തി എടുത്താൽ ആ വ്യക്തി നിൽക്കുന്ന ഒരു ഇടമായിരിക്കും, വ്യക്തിക്ക് ഒരു ശരീരം ഉണ്ടായിരിക്കും, വ്യക്തിയെ പിരിച്ചു നോക്കിയാൽ അതിന് കുറെ ഘടകങ്ങൾ, അവയവങ്ങളൊക്കെ ഉണ്ടായിരിക്കും, വ്യക്തിക്ക് കുറെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ വ്യക്തി എന്നുള്ളത് ഒരു വ്യവസ്ഥയാണ്. അപ്പൊ നമ്മൾ കാണുന്ന ഒരു വസ്തു കാണുന്നതിലും അധികമായിട്ട് നമുക്ക് അതിനെ വിശകലനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വ്യവസ്ഥയാണ്. അങ്ങനെ നോക്കിയാൽ ജീവിതത്തിൽ നമുക്ക് അറിയാവുന്ന സർവ്വ വസ്തുക്കളും, സർവ്വ സംഭവങ്ങളും, സർവ്വ ഇടങ്ങളും, സർവ്വതും വ്യവസ്ഥകളാണ്. ഇവിടെ വ്യവസ്ഥാ നിയമം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. വ്യവസ്ഥകളുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വ്യവസ്ഥ എങ്ങനെ ഘടന ചെയ്തിരിക്കുന്നു, വ്യവസ്ഥയുടെ പെരുമാറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ വ്യവസ്ഥകൾ ബിഹേവ് ചെയ്യുക. നമ്മളൊരു പശുവിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പശു എങ്ങനെ പെരുമാറുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് പശുവിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുള്ളൂ. പശുവിന്റെ പെരുമാറ്റത്തെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പോകുമ്പോൾ അത് തലയാട്ടും എന്ന് നമുക്ക് അറിയുന്ന സമയത്ത് മാറി നിൽക്കാം. അത് ഇന്ന സമയങ്ങളിൽ കുത്താൻ വരും എന്ന് പറയുമ്പോൾ നമുക്ക് മാറി നിൽക്കാം. ഇന്ന സമയങ്ങളിൽ ഒഴിക്കുന്ന അറിയണമെങ്കിൽ മാറി നിൽക്കാം. ഇത് അറിയാതെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടോ തൊഴിയോ കുത്തോ ഒക്കെ കിട്ടിയെന്ന് വരും. അതുപോലെ ഒരു വ്യവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനടുത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പെരുമാറ്റമാണ്. അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. അതിന്റെ ഘടന എന്താണ്, അത് എങ്ങനെയാണ് അതിന്റെ രൂപകൽപ്പന നടക്കുന്നത്, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അത് എങ്ങോട്ടേക്കാണ് പോവുക, അതിന്റെ പുരോഗതി എന്താണ് എന്നിങ്ങനെ അവയെ നിയന്ത്രിക്കുന്ന ഈ വ്യവസ്ഥയുടെ ഈ മുഖങ്ങളുണ്ടല്ലോ, അതായത് പെരുമാറ്റം, ഘടന, പ്രവർത്തനം, പുരോഗതി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന സിദ്ധാന്തങ്ങളെയാണ് നമ്മൾ ഈ വ്യവസ്ഥാ നിയമം എന്ന് പറയുന്നത്. ഇപ്പൊ ജീവിതത്തെ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ പച്ചയായിട്ടുള്ള ജീവിതത്തെ എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പെരുമാറ്റം, നമുക്ക് ജീവിതത്തിന്റെ പെരുമാറ്റത്തെ കുറിച്ച് അറിയാം. എത്ര പേർക്കറിയാം? പക്വത വന്നിട്ടുള്ളവർക്കറിയാം, യുവാക്കൾക്കറിയില്ല. ഇപ്പോ ഒരു അസുഖം വന്നു, ആശങ്കയായി. നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കുക, കുറച്ചു കൂടുതലാണെങ്കിൽ അല്പം അതിന് ചികിത്സിക്കുക, കുറച്ചുകൂടി കൂടുതലാണെങ്കിൽ അതിന് ആശുപത്രിയിൽ പോവുക. ഇതൊക്കെയാണ് അതിന്റെ വഴി. അപ്പോ ഇത് ജീവിതത്തിന്റെ ഒരു പെരുമാറ്റമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അസുഖം എന്ന് പറയുമ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ അതിനൊരു ഘടനയുണ്ട്, അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അത് കണ്ടറിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമാണ്. അത് കണ്ടറിഞ്ഞില്ലെങ്കിലോ, നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിലോ അതിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അസുഖത്തിന്റെ പ്രവർത്തനം എന്നുള്ളതിനെ നമ്മൾ അറിയേണ്ടത്, അതിന്റെ പുരോഗതി എങ്ങോട്ടേക്കാണ് നമ്മൾ അറിയേണ്ടത്. അറിഞ്ഞാലേ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് സഫർ ചെയ്യും. സഫറിങ് വന്നു കഴിഞ്ഞാൽ ഈ സഫറിങ് ഇതിന്റെ കൂടെ ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് വിഷമമില്ലാതിരിക്കും. അല്ലെങ്കിൽ സഫറിങ് വന്നത് എന്താ എനിക്കിങ്ങനെ വന്നത് നമ്മൾ ആശങ്കപ്പെടും. അപ്പോ ഇത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്തും നമ്മുടെ ജീവിതം തന്നെ ആയ വ്യവസ്ഥയുണ്ട്, ജീവിതത്തിന്റെ ഘടകങ്ങളാകുന്ന വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകളുടെ എല്ലാം പെരുമാറ്റം, ഘടനാ, പ്രവർത്തനം, പുരോഗതി എന്നിവയെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന സിദ്ധാന്തങ്ങളെയാണ് ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് വ്യവസ്ഥാ നിയമം എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥയിലുള്ള ഘടകങ്ങൾ
എങ്ങനെയാണ് അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യവസ്ഥാ നിയമം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ വ്യവസ്ഥയിലുള്ള വിവിധ ഘടകങ്ങൾ എങ്ങനെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ വ്യവസ്ഥയ്ക്ക് വിവിധ ഘടകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ഘടകങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യവസ്ഥയെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് അതിന്റെ ഘടകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും സാധാരണ ഒരു വ്യക്തി ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ വസ്തുവായിട്ട് എടുക്കുക എന്നുള്ളതല്ല, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ചിന്തിക്കാറില്ല. ചിന്തിക്കേണ്ട കാര്യവുമില്ല. സത്യത്തില് വനത്തെ കണ്ട വനമാണെന്ന് വിചാരിച്ചാൽ മതി. വനത്തെ ആസ്വദിക്കാൻ അതാണ് നല്ലത്, അതിന്റെ ആകത്തുകയിൽ അഭിരമിക്കുന്നതാണ് നല്ലത്. പക്ഷെ ആസ്വാദനത്തിനപ്പുറത്തേക്ക് അതിനെ കൈകാര്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ വ്യവസ്ഥയെ നമ്മൾ അതിന്റെ അകത്തെന്തുണ്ട്, അതിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. കേവലം ആസ്വാദനം മാത്രമാണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മൾ അതിനെ തൊട്ടറിഞ്ഞാൽ മാത്രം മതി. അപ്പോ വ്യവസ്ഥയിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അവ തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ വ്യവസ്ഥകൾ എങ്ങനെയെല്ലാം സ്ഥിരത, അനുകൂലക്ഷമത, വളർച്ച എന്നിവ കൈവരിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ ഇതും കൂടെ ഇത് ഉപകരിക്കും. അതായത് ഈ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതം കണ്ടു, ഈ ജീവിതം നിലനിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു അസുഖം കണ്ടു, അസുഖം നിലനിൽക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ഭക്ഷണം കണ്ടു, ഭക്ഷണം നിലനിൽക്കുന്നു. അപ്പൊ അത് എത്ര കാലം നിലനിൽക്കും? അതിന് മറ്റുള്ളവയുമായിട്ട് പൊരുത്തപ്പെടാൻ, ഇപ്പൊ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കുറെ ബാക്കി വന്നു, നല്ല രുചിയുണ്ട്, ഇത് കളയാൻ പാടില്ല. അപ്പൊ നമ്മളിത് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചാൽ നിൽക്കുമോ, അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ നിൽക്കുമോ? നമുക്ക് അറിയേണ്ടതുണ്ട്. അതിന്റെ ആ പശ്ചാത്തലമായിട്ട് ഇപ്പൊ ചൂടുള്ള കാലാവസ്ഥയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം കേടുകൂടാതിരിക്കും. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കേടായി എന്നുള്ളത് മറ്റൊരു സത്യം. അത് വേറൊരു കാര്യം. എങ്കിലും ഇത് എത്ര നേരം ഇരിക്കും എന്ന് പറയുന്ന ഒരവസ്ഥ. അനുകൂലനക്ഷമത, അതിന്റെ ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെടാനുള്ള അതിന്റെ ക്ഷമത എത്രത്തോളമാണ്, അത് എത്ര വികസിക്കും, വളർച്ച എത്രത്തോളമാണ്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നത് എത്രയാണ്, അതിന്റെ പൊരുത്തപ്പെടലിന്റെ അഡാപ്റ്റബിലിറ്റിയുടെ ഒരു അവസ്ഥ എത്രയാണ്, അത് എത്രത്തോളം വളരാൻ സാധ്യതയുണ്ട് എന്നിവ ഇത് മനസ്സിലാക്കാൻ ഈ വ്യവസ്ഥാ നിയമങ്ങൾ നമ്മളെ സഹായിക്കും. നമ്മൾ ഇനി പഠിക്കാൻ പോവാണ് കേട്ടോ, വ്യവസ്ഥാ നിയമങ്ങൾ പഠിക്കാൻ പോകണം. ആ വ്യവസ്ഥാ നിയമങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പോ ഈ വ്യവസ്ഥാ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ പറഞ്ഞു, പരിസ്ഥിതിയെ മനസ്സിലാക്കാൻ വ്യവസ്ഥാ നിയമം വല്ലാതെ സഹായിക്കും. കാരണം പരിസ്ഥിതിയിൽ എന്താണ് പരിസ്ഥിതി, എങ്ങനെയാണ് പരിസ്ഥിതി പ്രവർത്തിക്കുക, പരിസ്ഥിതിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, അത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ ഈ വ്യവസ്ഥാ നിയമം സഹായിക്കും. പരിസ്ഥിതി എന്ന് മാത്രമല്ല, ശാസ്ത്രം. നമ്മളിപ്പോ ജീവിതത്തിന്റെ ഒരു മുഖ്യ അളവുകോലായി നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് ശാസ്ത്രമാണ്. അത് മാത്രമേ ഉള്ളൂ സത്യമെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളാണ് ലോകം മുഴുവൻ. ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സമീപന ശാഖയാണ്. ആ സമീപന ശാഖ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനാണ് വ്യവസ്ഥാ നിയമം. ശാസ്ത്രത്തിന്റെ ശാസ്ത്രമാണ് വ്യവസ്ഥാ നിയമം. ശാസ്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു, ശാസ്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അനുശാസിക്കുന്ന ശാസ്ത്രമാണ് വ്യവസ്ഥാ നിയമം. ആ ശാസ്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വ്യവസ്ഥാ നിയമം പറയും. ഈ കുടുംബ വ്യവസ്ഥ, നമ്മൾ ജീവിക്കുന്ന കുടുംബമുണ്ട്. ഈ കുടുംബം എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുക എന്നുള്ളത് വ്യവസ്ഥ ഉപയോഗിച്ചാണ് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുഭദാമ്പത്യം സംസാരിച്ചപ്പോൾ വ്യവസ്ഥാ നിയമമായിരുന്നു അതിലെ മുഖ്യ പ്രതിപാദനം. പക്ഷെ ശൈലി കുടുംബ വ്യവസ്ഥയുടെ ഒരു രീതിയിലായിരുന്നു എന്ന് മാത്രം. നമ്മളിപ്പോ ജീവിക്കുന്ന ഇക്കോണമി എന്ന് പറയുന്ന വ്യവസ്ഥയുണ്ട്. ഇക്കോണമി എല്ലായിടത്തും ഉണ്ട്. വീട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്, കാട്ടിലുണ്ട്, എല്ലായിടത്തും സമ്പദ് വ്യവസ്ഥയുണ്ട്. ഈ സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് വ്യവസ്ഥാ നിയമം അനുസരിച്ചാണ്. ജീവശാസ്ത്രം പ്രവർത്തിക്കുന്നത് വ്യവസ്ഥാ നിയമം അനുസരിച്ചാണ്. സാങ്കേതിക വിദ്യ, ഇപ്പൊ നമ്മളിപ്പോ ആരൊക്കെയോ വിദേശത്ത് നിന്നും കാലങ്ങൾ എടുത്ത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നല്ലോ. വിദേശത്തു നിന്നല്ല, ബഹിരാകാശത്ത് നിന്ന്. അപ്പോ അത് വിദേശത്ത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. അപ്പോ അങ്ങനെ ആ കൊണ്ടുവന്നതിന്റെയും പുറകിൽ പ്രവർത്തിച്ചത് വ്യവസ്ഥാ നിയമമാണ്. സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത്, നമ്മളിപ്പോ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് നടത്തുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഭാഗമാണ്. സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് വ്യവസ്ഥാ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഭരണവ്യവസ്ഥ തുടങ്ങി നമുക്കറിയാവുന്ന എല്ലാ മേഖലകളും വ്യവസ്ഥാ നിയമം ബാധകമാണ്. സർവ്വയിടങ്ങളിലും
വ്യവസ്ഥാ നിയമം ബാധകമാണ്. ഇവിടെയെല്ലാം വ്യവസ്ഥകളുടെയും ഘടകങ്ങളുടെയും പെരുമാറ്റങ്ങളെ പ്രവചിക്കാനും ദുർബലതകളെ തിരിച്ചറിഞ്ഞ് പുനഃസ്ഥാപിക്കാനും വ്യവസ്ഥാ നിയമം സഹായിക്കുന്നു. രണ്ട് പ്രധാന ഏരിയകളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒന്ന്, നിലനിൽക്കുന്ന വ്യവസ്ഥകൾ കേട്ടോ. ഇനി പുതിയൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ക്രിയേഷന്റെ കാര്യത്തിലും വ്യവസ്ഥാ നിയമം നമ്മളെ സഹായിക്കും. പക്ഷെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്, ഒന്ന്, അതെങ്ങനെ പെരുമാറും, ഇതിനി വരാൻ പോകുന്നു. ഇപ്പൊ നമുക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് ഇനി വരിക. ഇപ്പോ നാട്ടിൻപുറത്ത് സാധാരണ പറയണം, മഴ കൊണ്ടുകഴിഞ്ഞാൽ ഇതാ നോക്കിക്കോ ഇനി ജലദോഷം വരും. അങ്ങനെ അമ്മൂമ്മമാര് തലയിൽ കുറച്ച് രാസ്നാദി പൊടി ഇട്ട് തരും. ജലദോഷം നല്ലതോ ചീത്തയോ, അതിനേക്കാളും കൂടുതൽ ജലദോഷം വരാൻ പോകുന്നു എന്ന് മുൻകൂർ പ്രവചിക്കാൻ കഴിഞ്ഞത് തലയിൽ നെറുകയിൽ വെള്ളമിറങ്ങിയാൽ ജലദോഷം വരും എന്ന ശീലം കൊണ്ടാണ്. അത് ആ വ്യവസ്ഥയുടെ നിയമത്തെ അറിഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ രാസ്നാദി പൊടി ഇട്ടിട്ട് ആ ജലദോഷത്തെ തടയാൻ ശ്രമിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ദുർബലതകളെ തിരിച്ചറിഞ്ഞ് പുനഃസ്ഥാപിക്കാൻ ഇപ്പൊ നിലവിൽ ഒരു ചെറിയ പ്രശ്നം വന്നു, ചുമ വന്നു. ഇപ്പൊ ചുമയുണ്ട്. ചുമ എന്നുള്ളത് ഒരു അസുഖമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോബ്ലം ആയിട്ട് നമുക്ക് തോന്നുന്നു. ഉടനെ തന്നെ കൽക്കണ്ടവും ജീരകം കൂടെ പൊടിച്ചിട്ട് ഈ വല്യമ്മമാര് നമുക്ക് തരും. ഇങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടതെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. ദുർബലതകളെ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ ഇന്നതാണ് ചെയ്യേണ്ടത്, അതിനെ പുനഃസ്ഥാപിക്കാൻ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന അറിവ് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഇത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇതുപോലുള്ള കൈകാര്യം ചെയ്യേണ്ട അതാത് മേഖലയിലെ എക്സ്പേർട്സ് അത് ചെയ്യുമെന്ന് മാത്രം. അപ്പോ ഇവിടെയല്ല, അതായത് പ്രവചനത്തിന് വേണ്ടിയിട്ടും പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടും ഇത് വല്ലാതെ ഉപകരിക്കുന്നുണ്ട്. പ്രവചനങ്ങൾ നമുക്ക് ചില ഈ ഭാവിയെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് പ്രവചനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദുർബലതകൾ, നമ്മുടെ കോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനും ഈ അവസ്ഥ, അതായത് വ്യവസ്ഥാ നിയമം എന്ന് പറയുന്നത് നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. കൂടാതെ രേഖീയ ചിന്തയിൽ നിന്നും സമഗ്ര ചിന്തയിലേക്ക് നമ്മെ നയിച്ച് പ്രശ്നപരിഹാര ശേഷി മെച്ചപ്പെടുത്തുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് എന്താ? അവൻ രേഖീയമായേ ചിന്തിക്കൂ. ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് അവസാനിക്കുന്ന പോലെ പ്രപഞ്ചം മുഴുവൻ ഒരിടത്ത് തുടങ്ങി പ്രപഞ്ചത്തിന് ഒരു അവസാനമുണ്ടെന്ന് നിശ്ചയിക്കുന്നവരാണ് നമ്മൾ. ജീവിതത്തിലെല്ലാം രേഖീയമായി പോകണമെന്ന് പറയുന്ന ആണത്ത ചിന്തയുണ്ടല്ലോ, പൗരുഷ ചിന്ത, ആ ചിന്തയിൽ ഊന്നിക്കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഒരു രേഖീയ ചിന്തയിൽ നിന്നും രേഖീയമായ സമീപനമല്ല, രേഖീയമായ ശാസ്ത്രമല്ല, വർത്തുളാകാരമുള്ള ശാസ്ത്രമാണ്, അതിലിതെല്ലാം എങ്ങനെയാണുള്ളതെന്നുള്ള ഒരു സ്ത്രൈണതയോടുകൂടിയുള്ള ചിന്താ പദ്ധതിയാണ് വ്യവസ്ഥാ നിയമം. അപ്പോ അത് നമ്മെ രേഖീയ ചിന്തയിൽ നിന്നും മാറ്റി സമഗ്ര ചിന്തയിലേക്ക് എല്ലാം ചേർത്ത് അതിന്റെ ആവർത്തന സ്വഭാവത്തെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു നിരീക്ഷണത്തിലേക്ക്, വീക്ഷണത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും അതുപയോഗിച്ച് പ്രശ്നപരിഹാര ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യും. രേഖീയ ചിന്തയിലാണ് സമയത്ത് ഈ വട്ടത്തിൽ കിടക്കുന്ന സ്ഥാനത്ത് നീളത്തിലുള്ള ഒരു ഉപകരണം വെച്ചിട്ട് പരിഹരിക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഈ കയറ് കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവറും സ്പാനറും ഉപയോഗിച്ചിട്ട് നന്നാക്കാൻ ശ്രമിക്കും. സ്ക്രൂ ഡ്രൈവർ സ്പാനർ എന്ന് പറയുന്നത് ആ വിധത്തിൽ ക്രമീകരിക്കപ്പെട്ടുള്ള നെറ്റിലും ബോൾട്ടിലും ആണിയിലും ഉപയോഗിക്കേണ്ട സാധനമാണ്. അതിനെ കയറിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. പക്ഷെ പലപ്പോഴും സാങ്കേതിക വിദ്യ പഠിച്ച് അതിൽ അഭിരമിക്കുന്ന പല യൗക്തികരും ഇത്തരം സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കും. സത്യത്തിൽ ഒരു തരത്തിലും യോജിക്കില്ല. നമ്മുടെ ആധുനിക ലോകത്തെ പല പരിഹാരങ്ങളും അത്തരത്തിലാണ്. അങ്ങനെയല്ല, സമഗ്രമായി സമീപിക്കണം എന്നുള്ളത് തന്നെയാണ് വ്യവസ്ഥാ നിയമം പറയുന്നത്. അത് തന്നെയാണ് അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നത്. ഈ വ്യവസ്ഥാ നിയമം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബാധകമാണ് എന്നതിനാൽ ജീവിതഘട്ടങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കാനും ഭാവി പ്രശ്നങ്ങളെ മുൻകണ്ട് ശുദ്ധീകരിക്കാനും ജീവിതത്തിലുടനീളം സഹായിക്കും എന്നുള്ളതാണ് ഈ വിഷയം സംസാരിക്കാൻ നാം തെരഞ്ഞെടുത്തതിന്റെ പ്രസക്തി. ഒരു സുസ്ഥിര ജീവിത സമൂഹത്തെ ഉരുവാക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അതിനെല്ലാം ഉതകുന്ന ഒരു ശാസ്ത്ര സമീപനം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വ്യവസ്ഥാ നിയമത്തെ സമീപിക്കുന്നത്. വ്യവസ്ഥാ നിയമം ശാസ്ത്രത്തിന്റെ മേഖലയിൽ മാത്രമല്ല, ആത്മീയതയെ ബോധ്യപ്പെടാൻ വ്യവസ്ഥാ നിയമം നമ്മെ നല്ലപോലെ സഹായിക്കും. മാനസികതയെ ബോധിക്കാൻ, ജ്ഞാനീയതയെ ബോധിക്കാൻ, ചൈതന്യപരതയെ ബോധിക്കാൻ, അതിന്റെ സ്ഥലകാല രൂപ ഭാവഭവങ്ങളെ ബോധിക്കാൻ, ഇവയുടെ
ഉത്ഭവത്തെ, ഉൽപ്പത്തിയെ ബോധിക്കാൻ ഈ വ്യവസ്ഥാ നിയമം നമ്മളെ സഹായിക്കും. അതായത് സർവ്വ നിയമങ്ങളെയും ബോധ്യപ്പെടാൻ സഹായിക്കുന്ന ഒരു പൊതു നിയമമാണ് വ്യവസ്ഥാ നിയമം. അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ചാകട്ടെ നമ്മൾ കുറച്ചു ദിവസത്തേക്കുള്ള പഠനം, വ്യവസ്ഥാ നിയമത്തിന്റെ പ്രധാന നിയമങ്ങളും അതിന്റെ ഉപനിയമങ്ങളിലൂടെ യാത്ര ചെയ്യാം. അതുപോലെ തന്നെ അവിടെ വരുന്ന ചില എറേഴ്സിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇതിലൂടെ യാത്ര ചെയ്യുവാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.